For better days to come and carry us like wind in our sails. Hold on tight, I can smell the shore, it's right in front of us. If we just hold on tight, this vision that I saw is getting closer every dawn. We are dreamers of the shore. 7 years now on this boat, and we all know where we belong. Just wait. For our home to show on the horizon, soon we'll be there. Hold on tight, I can smell the shore, it's right in front of us. If we just hold on tight, this vision that I saw is getting closer every dawn. We are dreamers of the shore. When we can't read the sky, we just sail with the wind that we've got. And when we're drowning in doubt, just keep on believing. We are dreamers of the shore. നമുക്ക് നല്ല ചടങ്ങിലേക്ക് ആരംഭിക്കുകയല്ലേ. അപ്പോൾ വന്നു കയറി എല്ലാവർക്കും വളരെ നമസ്കാരമുണ്ട്. നമസ്കാരം നമസ്കാരം നമസ്കാരം, എല്ലാ രീതിയിലും നമസ്കാരം. പിന്നെ നമ്മുടെ അറിയാലോ, ഒന്ന് കുഞ്ഞിയുടെ മധുരവെപ്പ് ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നടക്കാനിരുന്ന ചടങ്ങിലേക്ക് വന്നെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നിരിക്കുകയാണ്. ഒരു കയ്യടിയൊക്കെ ആയിക്കോട്ടെ. അപ്പോ ഇന്ന് 26 ജാനുവരി കുഞ്ഞിയുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്, മധുരവെപ്പ് ചടങ്ങ്. നിങ്ങൾക്കറിയായിരിക്കും, AM ആൻഡ് PM എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ BM ആൻഡ് AM കൂടി ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ BM ആൻഡ് AM എന്നത്? ആർക്കും വേണമെങ്കിലും പറയാട്ടോ. AM ആൻഡ് PM എന്ന് പറയുന്ന പോലെ തന്നെ PM ആൻഡ് AM എന്ന് പറയുന്നുണ്ട്. അതെ തന്നെ, ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും. അപ്പോൾ അതിന്റെ ഒരു ചെറിയ മധുരവെപ്പ് ചടങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ പറഞ്ഞതിൽ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോ ആ ഒരു ചടങ്ങിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. അപ്പോ ഇന്ന് ഈ ആഘോഷ ദിവസത്തില് നമ്മള് മധുരവെപ്പും പാട്ടും ഡാൻസും അങ്ങനെ എല്ലാവിധ ആഘോഷങ്ങളായിട്ട് നമ്മളൊന്ന് കളവാക്കുന്നതായിരിക്കും. എല്ലാവരും കൂടി അതിനോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി ഒന്ന് ഉഷാറാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സഹകരണവും ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് മെല്ലെ ഈ പരിപാടി വന്നെത്തിയ എല്ലാവരും നമ്മൾ ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നമ്മളൊന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. ഒന്ന് കൈകൊട്ടി ആഘോഷിച്ചോട്ടെ, പരിപാടി ഒന്ന് കളറായിക്കോട്ടെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കുഞ്ഞിനെ നമ്മുടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്തേക്കാം. ചെറിയ പാട്ടും ഡാൻസും മേളകളും ഒക്കെ ആയിട്ട് കുഞ്ഞിക്ക് പോന്നോട്ടെ. കമോൺ.
പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസത്തിന് തുടക്കം കുറിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്നും പലരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ കുഞ്ഞിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രധാനമായും 3 കാര്യങ്ങൾ നിങ്ങൾ ചേർക്കണമെന്നൊരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നാമതായി, കുഞ്ഞിയുടെ നാളത്തെ വിവാഹ ശുശ്രൂഷകൾ, ആ കൂദാശ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി, ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് ഒന്നാമത്തെ നമ്മുടെ നിയോഗം. രണ്ടാമത്തെ നിയോഗം, പ്രിയപ്പെട്ട കുഞ്ഞി വിവാഹം കഴിക്കുന്നത് എങ്ങനെയാണ്? ഇവരിരുവരും ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് യേശുപിതാവിനെ പോലെ, മാതാവിനെ പോലെ തിരുകുടുംബത്തിലെ സമാധാനവും സന്തോഷവും തങ്ങളുമായി ഇടപെടുന്ന എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട്, ഇവരിരുവരും ദീർഘായുസ്സോടുകൂടി കർത്താവ് ലോകത്തില് രോഗികളെ ശുശ്രൂഷിച്ചതുപോലെ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ചെന്നാലും രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുക്കരത്താൽ വഹിച്ചു വന്ന പ്രാർത്ഥന കൂടി നമുക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കാം. പരിശുദ്ധൻ 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 നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പാദത്തിൽ ഞങ്ങളുടെ അപേക്ഷ സ്വരം മുട്ടുന്നു. ആവശ്യം നീ മുടക്കരുതേ. കർത്താവേ കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പ്രദേശരണമേ. ആരെ നൽകും അനുഗ്രഹവും say
രക്ഷിക്കാവുന്ന നിന്റെ തങ്കാവിൽ ഇതിന് സദൃശമതാ സൃഷ്ടി കേൾക്കണമേ നീ സ്വാതന്ത്ര്യം. മെയ്യുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി ആകണമേ നൽകും പോൽ എന്റെ ഉറക്കം തിരുമുമ്പിൽ. നിവർത്തിക്കാം നിൻകുരിശന്നിൽ കാത്തിടുക എന്നെ താങ്ങിയ നിന്നെന്നാൽ നിന്നെ ഉളവിൽ സ്തുതി ചെയ്യുവാൻ. രക്ഷകനേ വെളിവിൽ തന്നെ നിൻവാസം വെളിവിൽ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രമതായിരമായിരമായി അനവധിയായ സ്തോത്രം നാഥ കൃപ വേണം ഞങ്ങളിൽ നിന്നും. സത്യവനായ സ്തോത്രം. പ്പെടുന്നു. എന്നാൽ വിരുദ്ധകളിൽ നിന്നും സംസാരത്തിനെ രക്ഷിക്കും. ദൈവത്തിലെ ഭയത്തെയും പാൽപകർമാസത്തെയും ഇടിസഞ്ചരിയ വയലത്തെയും മധ്യാഹ്ന വീശുന്ന കൊടുങ്കാരനെയും ഭയപ്പെടുകയില്ല. എങ്കിലും നിങ്ങളെ കഴിയുകയില്ല. എന്നാൽ കണ്ണുകൾക്കും നീ കാണുക മാത്രം ചെയ്യും. ദുഷ്മാർഗത്തെ നീ കാണും. ദോഷത്തിനോട് അടുക്കുകയില്ല. ശിശുവിന്റെ വാസനത്തിനെ സമീപിക്കുകയുമില്ല. നിന്റെ കാലിനെ കടൽച്ചലാകാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. അവൻ എന്നെ രക്ഷിച്ചുകൊണ്ട് ഞാനവനെ രക്ഷിക്കും. അവനിൽ നാം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. ദീർഘായുസ്സിനെ ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി എന്റെ രക്ഷകനെ ഞാൻ കാണിക്കും. എന്റെ സഹായം ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധി നിന്നാകുന്നു. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവിന്റെ കേവലത്തെയും ആഗമനത്തെയും കാത്തോളം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. രാജാവായ സമാധാനപൂർണമായ സന്ധ്യയും ഉന്നതരാൾക്ക് കരയണമേ. നൽകണമേ. ശ്രീലാഭത്തിൽ അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്റെ സമാധാനത്തിൽ വാഴ്മാറാകണമേ. ഇടപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണരക്ഷ നൽകണമേ. ബഹുമാനത്തിന്റെ സ്ഥാനത്തേക്ക് വാഴ്ത്തപ്പെട്ടതാകുന്നു.
വിശുദ്ധിയും മഹത്വനാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്വയം വെളിപ്പെടുത്തിനാൽ അതിന്റെ മക്കളായ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സ്തോത്രം. പ്രാവശ്യ സഹായങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ആകർഷിക്കണമേ. സഹോദരങ്ങളെ അനുസരണത്തിലേക്കും തിരിച്ചുടേക്കത്തിലേക്കും തിരിച്ചു വരുത്തേണമേ. ലോകമാകണമേ. തിരിച്ചുടനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായെയും പിതാവുമായ മോറന്മാർ ബസിലിയസ് കാതോലിക്കവായി അനുഗ്രഹിക്കണമേ. മേൽപ്പടക്കാരമായ ആബുന്മാർ പൂർവ്വസ്മൃതാപുരായും സത്യവിശ്വാസികളെ എപ്പിസ്കോപ്പമാരെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും ക്ലേശിതരെയും പ്രദേശവാസികളെയും അനാഥരെയും പരരഹിതരെയും തൊഴിലരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപകളാലും ഐശ്വര്യങ്ങളാലും ഞാൻ എല്ലാവരെയും ആശീർവദിക്കണമേ. സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം കൈക്കൊള്ളണമേ. മാതാവിന്റെ സർവീസുമാരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഇപ്പോഴും
പരിശുദ്ധനായിരിക്കണമേ. ആമേൻ. മലഹമാരി രാത്രിയിൽ ദൈവത്തിൽ വിശുദ്ധ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഇത്രയും ദൈവങ്ങളുടെ മാതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധമായ സംസർഗവും ആവാസവും നാളെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിയുടെ മേലും ഈ വിരുന്നിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും ഉണ്ടായിരിക്കുവാനാകട്ടെ. തുടർന്നുള്ള വിവരങ്ങൾ നമ്മുടെ കുഞ്ഞ് അറിയിക്കുന്നതാണ്. ഭയങ്കര ചിന്തയിലായിരിക്കും അടുത്ത് എന്താ പരിപാടി നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഭയങ്കര ആഘോഷവും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ത്രില്ലിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിന് മേലെ ഉണ്ടാവായിരിക്കും. പല പാട്ടും ഡാൻസും അങ്ങനെ പലവിധ വെറൈറ്റികൾ പരിപാടികളായിട്ടാണ് നമ്മൾ ഇനി രാത്രി ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോ അടുത്തതായിട്ട് നമുക്കറിയാം മധുരവെപ്പാന്ന് വിചാരിച്ചു. അല്ല, മധുരവെപ്പല്ല അടുത്തായിട്ട് നമ്മൾ നടത്താൻ പോകുന്നത്. ചെറിയൊരു സംസാരം, ഒരു 2 വാക്ക് നമ്മുടെ കുഞ്ഞിനെ പറ്റി. കുഞ്ഞിങ്ങ് പോകുന്നോട്ടെ, കുഞ്ഞിങ്ങ് വന്നീ ഇവിടേക്ക് നിന്നോട്ടെ. അപ്പോ 2 വാക്ക് കുഞ്ഞിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് നമ്മൾ അടുത്ത നമ്മുടെ പരിപാടി. കുഞ്ഞിക്ക് ടെൻഷൻ ഉണ്ടോ? നാറ്റിക്കരുതെന്നാ പറഞ്ഞത്. നാറ്റിക്കില്ല, ഒരിക്കലും നാറ്റിക്കില്ല. അപ്പോ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫാദറിനെ ക്ഷണിക്കുന്നു. സന്തോഷം. കുഞ്ഞി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കാണാത്തതും അറിയാത്തതും നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കുഞ്ഞിനെ കുറിച്ച് അറിയാം. കുഞ്ഞിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആർക്ക് പറയാം? ആഹാ, നിങ്ങൾ യഥാർത്ഥ ഫ്രണ്ട്സാണ്. നിങ്ങൾക്കറിയാം കുഞ്ഞിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ് കേട്ടോ. പലർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കുഞ്ഞിക്ക് ഉറക്കമാണ്. ഇന്ന് രാവിലെ കേട്ടു കുഞ്ഞ് കല്യാണം കഴിക്കാൻ പോയി. ഇന്ന് ഉടനെ വേണ്ടായിരുന്നു, കുറെ കാലം കൂടെ കഴിഞ്ഞിട്ട് കല്യാണം മതിയായിരുന്നു. എന്റെ കാരണം എന്നാണ്, കുഞ്ഞിയുടെ ചങ്ക് ഫ്രണ്ടായ മറിയ ചോദിച്ചു, പറഞ്ഞു എന്റെ ഉറക്കം പോകുമല്ലോ എന്നൊരു 8 മണി 9 മണിയൊക്കെ ആവുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ കുഞ്ഞിയുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നത് പോലെ അല്ല ഉറങ്ങുന്നത്. അടുത്തറിയാവുന്നവർക്കറിയാം, കസേരയില് കാലുമേ കാലും വെച്ച് ഇരിക്കുന്നത് പോലെ കിടന്നുറങ്ങാൻ വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ കുഞ്ഞിക്ക് അങ്ങനെ വലിയൊരു കഴിവുണ്ട്. നല്ല ഡീപ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ കാലുമേ കാലും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞ്. കുഞ്ഞിന് ഇഷ്ടമുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ആർക്ക് പറയാം? ഇറിറ്റേറ്റ് ചെയ്യുന്നത്. തോമസ് പറഞ്ഞേ, ഉറക്കത്തിൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അത്രയും കുഞ്ഞിക്ക് ദേഷ്യമുള്ള വേറെ കാര്യമാണ്. കറക്റ്റ് ആണ്. കുഞ്ഞിക്ക് വേറെ യാതൊരു കാര്യമില്ല. ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക. അത് ബിജു എന്നാലും സുനിൽ എന്നാലും ആര് എന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. 10ാം ക്ലാസ് മുതൽ 2015 മുതൽ അല്ലേ, 2015 ചങ്ങനാശ്ശേരി ഞാൻ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ സൺഡേ സ്കൂൾ പഠിക്കാൻ വന്നു. സൺഡേ സ്കൂളിൽ എക്സാം എഴുതാൻ വന്ന ദിവസം അവിടെ വന്ന് കിടന്നു. എന്റെ അനിയനും അനിയത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ തലേ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ കിടന്ന് ഉറങ്ങി. രാവിലെ അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി വന്ന ആളാണ്. അപ്പൊ എഴുന്നേൽപ്പിക്കാനായിട്ട് ഞാൻ കുർബാനയും കഴിഞ്ഞ് വന്നിട്ടും ബിജുവും സുനിയും മാറി നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല, അച്ഛൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അങ്ങനെ ഞാൻ പോയി വിളിച്ചു. ഭയങ്കര ദേഷ്യത്തോടെ എഴുന്നേറ്റു. എന്റെ മുഖം കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന്
അങ്ങ് ഡ്രിമായി. എന്നിട്ട് വളരെ ലോഹ്യത്തില് ഒരു ചിരിയൊക്കെ ചിരിച്ചു. കുഞ്ഞ് എല്ലാവരും സോപ്പിടാൻ നല്ലൊരു പഞ്ചാര ചിരിയൊക്കെ ഉണ്ട്. ആ ചിരിയൊക്കെ ചിരിച്ച് സോപ്പ് ഇട്ടിട്ട് പിന്നെ എഴുന്നേറ്റ് പോയതാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാൻ ഈ ഉറക്കത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു. വളരെ ഒത്തിരി കൂടി പോയി തോന്നുന്നല്ലേ അല്ലേ? അച്ഛനെ ഏകദേശം A to Z കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ എന്നാലും അടുത്ത കുറച്ച് ഓർമ്മകൾ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ബിൻഷേടിനെയും യൂഷേഷിയും നമുക്ക് ബിനു നമുക്ക് വേദിയിലേക്ക് നമുക്ക് എവിടെ എവിടെ വേദിയിലേക്ക് കടന്നു വന്നാട്ടെ. അപ്പോ പോന്നോട്ടെ കമോൺ. കുഞ്ഞിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇങ്ങ് പോന്നോട്ടെ. പിരിച്ചത് പോന്നോട്ടെ. 2 വാക്ക് 2 വാക്കിൽ ഒതുക്കണ്ട. അപ്പൊ കുഞ്ഞിയെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താന്ന് പറഞ്ഞാല് നമുക്കുള്ള ഓർമ്മകൾ എന്താന്നുള്ളതാണ് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ അതിനൊരു പഴഞ്ചൊല്ലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ പട്ടികത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ അമ്മയ്ക്കിട്ട് അടി കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ സത്യം പറയണം. അപ്പൊ ഞങ്ങൾക്കുള്ളൊരു ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ആളെ കിട്ടാറില്ല. ഞങ്ങൾ കാണാൻ തന്നെ അപൂർവമാണ്. +2 കഴിഞ്ഞു, MBBS കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ കാണാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ടെലി കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ കുഞ്ഞി പറഞ്ഞൊരു കാര്യമുണ്ട്. മംഗലാപുരത്ത് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ഞങ്ങൾ രാത്രിക്ക് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കഴിയുമ്പോൾ കുഞ്ഞി പറയാണ്, അയ്യോ ഞാനിവിടെ വന്ന് കുടുങ്ങിപ്പോയി. അത് പുഷ്പഗിരി കോളേജില് അവിടെ കാണുന്ന പിള്ളേരൊക്കെ 11:30 ആയിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 8:30 അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയില്ല. ഭയങ്കര വിഷമത്തോടു കൂടി. അപ്പം അന്ന് അവിടെ പഠിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഇപ്പൊ ഇത് കൂടാൻ പറ്റിയല്ലായിരുന്നു. ഇത്ര നേരത്തെ ഇതിനെ കിട്ടിയല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് നമ്മുടെ അമ്മാവനാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പൊ അമ്മാവൻ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെ കുഞ്ഞിന് എന്തെങ്കിലും പറയുന്നത് അത്രേ ഉള്ളൂ. അവരും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് അവിടുന്ന് പല ആൾക്കാരെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ സുരക്ഷകളിലാണ് മെയിനായിട്ട് ചൂണ്ടിക്കാണുന്നത്. സുരക്ഷകൾ നമുക്ക് സമയം തരും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമുക്ക് സുരക്ഷകൾ സമയം തരുന്നതായിരിക്കും. അപ്പോ അടുത്തായിട്ട് നമ്മൾ വിളിക്കുന്നത് ജസീനെയും സിബികളെയാണ്. സിബി എവിടെ കേറുക ഇങ്ങോട്ട്. 2 പേരും പോന്നോട്ടെ. 2 പേരുടെ അനുഭവം എന്ന് പറയാൻ വ്യത്യസ്തമായിരിക്കും അല്ലെ? എന്നെ നോക്കി കുറച്ച് വിളിക്കുന്നുണ്ടോ? കുഞ്ഞി എന്തും വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു സുനിയമ്മാമ. അതുപോലെ കൊണ്ടുവരും. എനിക്കും അത് കുഞ്ഞിന്റെ എന്റെ കോളായിട്ട് എന്നെ തോന്നിയത്. ഇന്ന് കുഞ്ഞി ഇത്രയും വലിയതായി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറായി, കല്യാണമായി. ഇതൊക്കെ സുനിയമ്മാമ കല്യാണത്തിന്റെ കാര്യം വിളിച്ച് പറയുമ്പോൾ സത്യത്തിൽ എന്താ പറയാ, ഞാൻ എന്റെ മോക്ക് ഇത്രയും വലിയതായി വന്നതാണ്. കുഞ്ഞിനെ പറ്റി ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മാറിയെന്ന് വിളിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ പറയാനൊന്നുമില്ല. ദേവരപ്പ അത്രയും മതിയാക്കിക്കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആരും വിചാരിക്കാത്ത ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് കൈയടിച്ചില്ല കേട്ടോ. ഒന്നും ഒരു കൈയടിച്ചാൽ ഓളാൾക്കാരെ നമുക്കൊരു പരിപാടി നടത്താൻ പറ്റുന്നു. വിചാരിക്കാത്ത വേറെ സംഭവം കൂടിയുണ്ട്. അടുത്തതായിട്ട് വേറെ ആരെ വിളിക്കുന്നതല്ലേ വിചാരിക്കുന്നത്? ആരെ വിളിക്കണം? നിങ്ങൾ പറ. നമ്മുടെ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് നമ്മുടെ മണമള ചക്കനെയാണ്. ആര് ടെനി. അപ്പൊ ടെനി പ്ലീസ് കം ടു ദി സ്റ്റേജ്. വേഗം പോകട്ടെ. മണവാള ചക്കന്റെ എൻട്രി ആണ്. വെയിറ്റ് ആൻഡ് സീ. അത്രയും പറയാനുള്ളൂ. അതിനിടയ്ക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 2 വാക്ക് വരുന്നവന് 2 വാക്ക് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താ നമ്മുടെ മണവാള ചക്കന്റെ എൻട്രി വെയിറ്റ് ചെയ്തിരിക്കുക.
സാങ്കേതിക തടസ്സം കൊണ്ടല്ല, ഡാൻസിന്റെ ഒരു 5 മിനിറ്റത്തെ സ്റ്റെപ്പിന്റെ ഒരു താമസം കൊണ്ട് നമുക്ക് അതിനിടയ്ക്ക് രണ്ടുപേരെയും കൂടെ ഒന്ന് 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിക്കുന്നതായിരിക്കും. നമ്മുടെ ജോബി ആൻഡ് പ്രിയ. അതാ അതിന് മുമ്പ് വേറെ ആൾ കടന്നു വന്നിരിക്കുന്നു. കുഞ്ഞി ഞങ്ങൾക്ക് ചെറിയ ആളാണെങ്കിലും എനിക്കൊരു വലിയ ആശ്വാസം ഒരു സമയത്ത് കുഞ്ഞി തന്നു. ഇത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ മോന് വയ്യാതെ ആയിരുന്ന സമയത്ത് കുഞ്ഞിയും ബിജുവും കുഞ്ഞിയെല്ലാം കൂടെ അവിടെ എപ്പോഴും സന്ദർശകരായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പം ഐസിയിലായിരിക്കുന്ന മോനെ കാണാനായിട്ട് ബിജുവും കൂടെയുള്ളവരെല്ലാവരും പോയപ്പം കുഞ്ഞിയായിരുന്നു എൻ്റെ അടുത്തിരുന്നത്. കുഞ്ഞിനെ നേരെ എൻ്റെ കരച്ചിൽ കണ്ട് കുഞ്ഞിനെ ഒത്തിരി ആശ്വസിപ്പിച്ചു. അതെനിക്ക് എൻ്റെ മനസ്സിൽ കുഞ്ഞോടുള്ളൊരു സ്നേഹം, പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായി. അതുകൊണ്ടും കൂടിയാണ് ഞാനിന്ന് കല്യാണത്തിന് വന്നത്. ബൽസാരി കരയുണ്ട എല്ലാം ദൈവം നടത്തും, ഉറപ്പാ. ഒന്നും വരില്ല, ചേട്ടനൊന്നും വരില്ല എന്ന് പറഞ്ഞ് കുഞ്ഞി എന്നെ ആശ്വസിപ്പിച്ചു. അത് എനിക്കെല്ലാം വിവാഹ ജീവിതത്തിൽ എല്ലാം മംഗളം നേർന്നുകൊണ്ട് നമ്മളുടെ കുഞ്ഞിനെ പറ്റി 2 വാക്ക് ഷെയർ ചെയ്യുന്നത്. ചെക്കൻ്റെ വരാറായോ? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബി ആൻഡ് പ്രിയ 2 വാക്ക് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒന്ന് കയ്യെന്ന് അടിച്ചൊന്ന് ഓഷിക്കട്ടെ അങ്ങോട്ട്. അവർക്ക് ഉഷാറാവട്ടെ. അതെ, അവർക്ക് വരാനും പറയാനും 2 വാക്ക് ഉഷാറാണ്. നിങ്ങളുടെ കയ്യടി വേണം കേട്ടോ. ആ കയ്യടിയിലൂടെ അവർക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഞങ്ങളെ അറിയാതായിരിക്കും. കുഞ്ഞിയുടെ എൻ്റെ മോളുടെ കൂടെ 5ാം ക്ലാസ് മുതൽ പഠിച്ച അന്ന് മുതലുള്ള അറിവാണ്. 5ാം ക്ലാസ് മുതൽ എനിക്ക് കുഞ്ഞിനെ അറിയാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലല്ലോ. എൻ്റെ മോള് തന്നെയാണ്. എല്ലാ ആശംസകളും. ഞാൻ വിളിക്കാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നീ പറയാം. അച്ഛൻ പറഞ്ഞാല് എപ്പോഴും ഉറക്കാനൊക്കെ എപ്പോഴും വരാം. പിന്നെ ഇഷ്ടമുള്ളൊരു സാധനം പറഞ്ഞില്ലേ, അത് കഴിക്കുന്ന ഒരാളാണ്. അത് കഴിക്കുന്നയാളാണ്. ഞാൻ പൂച്ചാന്നാ വിളിക്കുന്നത്, ക്യാറ്റ്. അപ്പൊ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിന്റെ. അപ്പൊ അവരും കുറച്ച് വാക്കുകൾ പറഞ്ഞ് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ കോടഞ്ചേരിയിൽ നിന്ന് വത്സാൻഡി 2 വാക്ക്. കോടഞ്ചേരിക്കാൻ നമുക്ക് ആരെങ്കിലും 2 വാക്ക് സംസാരിക്കട്ടെ. എന്നാ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. വേഗം പോരെ ഇങ്ങോട്ട്, പോലെ 2 വാക്ക് കുഞ്ഞിനെ വേണ്ടി സംസാരിക്കണം. പോരെ കൊണ്ട് ചിരിച്ച് വായി പൊത്തി ഇരിക്കുക കേട്ടോ. തിരിച്ച് വായി പൊത്തിരിക്കും. വേഗം പോരെ. കുഞ്ഞി ചെറുതായിരുന്നപ്പം സുനിയുടെ ബ്രദറാണ് ഞാൻ, എന്നെ അറിയാത്തവർ. ഓക്കെ, കുഞ്ഞി ചെറുതായിരുന്നപ്പം വീട്ടിൽ ആയിരുന്നു സുനി. മാലിക്ക് പോയപ്പോൾ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ എടുത്തോന്നു തോട്ടത്തിലൊക്കെ പോകാൻ ഇഷ്ടം. വീട്ടിൽ എത്തിയാൽ നേരത്തെ അച്ഛൻ പറഞ്ഞാൽ അപ്പോൾ ഉറക്കായി. അപ്പോൾ ഞാനീ ഉറങ്ങുന്ന ഇങ്ങനെ നോക്കിയിരിക്കും. എഴുന്നേക്കിട്ട് തന്നിട്ട് വേണം കുട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ലോട്ട് ഓഫ് മെമ്മറീസ്. അപ്പൊ നമുക്ക് സെക്കൻഡ് എൻട്രി നോക്കാല്ലേ. പാട്ടും മേളവും കൂത്തുമായിട്ട് നമ്മുടെ സെക്കൻഡ് എൻട്രി ഇല്ല. സെക്കൻഡ് പറഞ്ഞ കേട്ടോ. കമോൺ, നമ്മുടെ ടെനി ഡാൻസും മേളവും ഒക്കെ ആയിട്ട് ഇപ്പൊ വരുന്നതായിരിക്കും നമ്മുടെ സ്റ്റേജിലേക്ക്. എല്ലാവരും അങ്ങോട്ട് നോക്കൂ. Thank you.
നല്ല പാട്ടും ഡാൻസും മേളവും ഒരു ഒന്നൊന്നര എൻട്രി ആയി പോയില്ലേ. നമ്മൾ വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു ഡാൻസും പാട്ടുമായിട്ട് ഒരു എൻട്രി തരും നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും പരിപാടി നല്ല അടിപൊളിയാക്കി. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പരിപാടി നമ്മുടെ മധുരവെപ്പ് ചടങ്ങ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ മധുരവെപ്പ് ചടങ്ങിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അപ്പൊ ഒന്ന് കയ്യടിച്ചൊന്ന് പാസ്സായിക്കോ മധുരവെപ്പ് ചടങ്ങിലേക്ക്. അപ്പോ നമ്മുടെ മധുരവെപ്പ് ചടങ്ങിലേക്ക് നമ്മുടെ സുരേഷ്, നമ്മുടെ അമ്മാവൻ, കുഞ്ഞിയുടെ അമ്മാവൻ കയറി വരുന്നതായിരിക്കും. കയ്യടിക്കുന്ന കുഞ്ഞിക്ക് കയ്യടി നിർബന്ധമാട്ടോ. കയ്യടി ഏത് പരിപാടിക്കും കുഞ്ഞിക്ക് കയ്യടി നിർബന്ധമാണ്. പാട്ട് അപ്പൊ മധുരവെപ്പ് കേട്ടില്ലേ? ഉറക്കെ ചോദിക്കുന്നത് കേട്ടില്ല കേട്ടില്ല. അത് പറ്റില്ല, അത് പറ്റത്തില്ല. ഇവിടെ പറഞ്ഞത് അത് പറ്റത്തില്ല. അവസാനത്തെ കേൾക്കണം. अब तसल्ली दे ना सकूंगा मैं, ना दिल को रोक सकूंगा। हाँ, अब तसल्ली दे ना सकूंगा मैं, ना दिल को रोक सकूंगा। हद से बाहर जाना पड़े तो तेरी खातिर कुछ भी करूंगा। कोई दिल को भाता नहीं एक तेरे सिवा। नैना लगे तेरा दीदार वे, नैना लगे तेरा दीदार वे। जहाँ देखूं मैं वही है तू मेरे यार वे। नैना लगे तेरा दीदार वे। साजिशें कर ली है दिल ने, तुझ पे लुटाऊं मैं अपना जहां। मायने मैंने है जाने जीने के तुमसे ओ मेहरबान। हो ना तू मुझसे अब जुदा, रब से है दुआ। नैना लगे तेरा दीदार वे, नैना लगे तेरा दीदार वे। जहाँ देखूं मैं वही है तू मेरे यार वे। नैना लगे तेरा दीदार वे। ख्वाबों ने ली है दिखे खूबसूरत चेहरा तेरा। दिन मेरे दिन जैसे हुए हैं दस्तक जो तूने दी रांझना। करवटे ख्वाबों ने ली है दिखे खूबसूरत चेहरा तेरा। दिन मेरे दिन जैसे हुए हैं दस्तक जो तूने दी रांझना। आते जाते लोगों में ढूंढे मेरा दिल अब क्या करे। नैना लगे तेरा दीदार वे, नैना लगे तेरा दीदार वे। जहाँ देखूं मैं वही है तू मेरे यार वे। नैना लगे तेरा दीदार वे।
रखी तू मुझे नजरों से दूर, किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। चम 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 अंबरां दे तारे कहंदे ने सजना, तू ही चन मेरे इस दिल दा मन लवे सजना। तेरे बिना मेरा होवे ना गुजारा, छड़ के ना जावी मैनू तू ही है सहारा। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। मशहूर करना कभी तू मैनू नजरों से दूर। पीछे चलिए तेरे पीछे चलिए, तेरे पीछे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। बेरंगे थे दिन, बेरंगी शामें आई है तुमसे रंगीनियां। फीके थे लम्हे जीने आई है तुमसे नमकीनियां। बेइरादा रास्तों की बन गए हो मंजिल,
दर्ज हुई है शायरी में, जिनकी है प्रेम कहानियाँ। हम जमाने की निगाहों में कभी गुमनाम थे, अपने चर्चे कर रही है अब शहर की महफिलें। तुम क्या मिले, तुम क्या मिले, हम ना रहे हम, तुम क्या मिले। जैसे मेरे दिल में खिले फागुन के मौसम, तुम क्या मिले, तुम क्या मिले, तुम क्या मिले, तुम क्या मिले, तुम क्या मिले। നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും അല്ലേ അടുത്ത കല്യാണം. അപ്പം ടെനിസാറും ഷെറിലും കസേരയിലോട്ട് ഇരിക്കുക. കസേരയിലോട്ടിരുന്ന് ഓക്കെ. അപ്പം നിങ്ങൾക്ക് തമ്മിൽ എത്രമാത്രം അറിയാം എന്നൊക്കെയുള്ളൊരു ടെസ്റ്റാണ്. ഫസ്റ്റ് കിട്ടുന്നവർ ജയിക്കും ആസ് യൂഷ്വൽ. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് അതിന്റെ ആൻസർ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷെറിലാണ് ആൻസറിങ് ഇന്ന കാര്യം ചെയ്യുന്നത് ഷെറിലാണെങ്കിൽ ഷെറിലിന്റെ ചെരുപ്പ് പൊക്കുക. ഐ മീൻ ഓരോരുത്തർക്കും ഓരോ ചെരുപ്പും തരും. ടെനിസാറാണെങ്കിൽ ടെനിസാറിന്റെ ചെരുപ്പ് പൊക്കുക. ഓക്കെ. അപ്പം കസേരയിലോട്ട് ഇപ്പൊ ടെൻഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പം തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഇതിന് ആവശ്യമില്ലാത്ത തുടങ്ങാം. Okay, who said I love you first? എന്താ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? Okay, ഇത് പോരാ കേട്ടോ. Okay, ഇത് പുള്ളിയുടെ തരുമ്പോ പുള്ളിയാണ് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. Who's most likely to sleep first? ആരായിരിക്കും സംസാരിക്കുക? അതിപ്പോ ഇന്ന് പരിപാടി തുടങ്ങിയപ്പോ തൊട്ട് നമുക്കറിയാം ആദ്യം ഉറങ്ങുന്നതും ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നതും ഷെറിലാണ്. ഹൂസ് ലൗഡ്? ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആരാണ്? Who is more romantic? ഒരു കയ്യടി കൊടുക്കാം. ഓക്കെ. ഹൂസ് മോർ ഓഫ് എ ക്ലീൻ ഫ്രീക്ക്? വൃത്തിയുള്ളത് ആർക്കാണ്? സത്യസന്ധമായിട്ട് പറയണ്ടേ, ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആരാണ്? ഉത്തരം കണ്ടില്ല. പുള്ളി പറയുന്നത് രണ്ടുപേർക്കും ഇല്ലെന്നാണ്. ഓക്കെ. Who is more organized? എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്ന ചിട്ടയുള്ളത്. ആർക്കും ഇല്ലെന്നാണ് പുള്ളി വീണ്ടും പറയുന്നത്. അല്ല, അവിടെ ഒരാളെ കൈ പൊന്തിച്ചു. പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാണ്. Who is the better dancer? നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് ആരാണ്? നമ്മൾ വന്നപ്പോ കണ്ടല്ലേ, കുഞ്ഞിന്റെ ഡാൻസിനെ എല്ലാവരും കാണാൻ പോകുന്നേ ഉള്ളൂ. Who's more likely to start an argument? വഴക്കുണ്ടാക്കുന്നത് ആരാണ്? Okay, who spends more time staring at their phone? ഏറ്റവും കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നത് ആരാണ്? ഇവിടെ ക്വസ്റ്റ്യൻ കേൾക്കുന്നതിന് മുമ്പ് ചെരുപ്പൊക്കെ പൊങ്ങി. Who is more spiritual? Okay, who has a better dressing sense? Who is the responsible one?
കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.